ഡെയർഡെവിൾ ബോൺ അഗെയിൻ സീസൺ 1 ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന് ആ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഭയങ്കര മോശമായിട്ടായിരുന്നു എനിക്ക് തോന്നിയത്. കാരണം മെയിനായിട്ട് അതിൽ ആ ആക്ഷൻ സീക്വൻസുകളിലെ അവിടെ ഉള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു. അത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള എപ്പിസോഡുകളൊക്കെ വലിയ കുഴപ്പമില്ലാതെ തോന്നി. ഇപ്പോൾ ഈ 9ാമത്തെ എപ്പിസോഡ് അതായത് ഫിനാലെ കൂടി കണ്ടു കഴിയുമ്പോൾ ഓവറോൾ ഇറ്റ് വാസ് എ ഗുഡ് വാച്ച് എന്ന് പറയാം. കാരണം നല്ലൊരു സ്റ്റോറി ലൈനുള്ള നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്ന കുറേ സാധനങ്ങളുള്ളതാണ്. പക്ഷേ ഇടയിലിടെ ചില എപ്പിസോഡുകളൊക്കെ കുറച്ചൊരു ഭയങ്കര ഒന്നും നടക്കാത്ത പോലെയൊക്കെ സാധനങ്ങളുണ്ടെങ്കിലും ഓവറോൾ ഒരു എൻഡ് ചെയ്തപ്പോൾ ഒരു അടുത്ത സീസണിലേക്കുള്ള ഒരു നല്ല എൻഡ് നോട്ട് കൊടുത്തിട്ട് അവർക്ക് തീർക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു ഹൈ മൊമെൻറ്റ് തന്നിട്ടാണ് ഈ സാധനം നിർത്തുന്നത്. ഇനീഷ്യലി ആദ്യ 2 എപ്പിസോഡുകൾ കണ്ടപ്പോൾ അതിലെ ആക്ഷൻ സീക്വൻസുകളായിരുന്നു എനിക്ക് മെയിനായിട്ട് പ്രശ്നം തോന്നിയത്. കാരണം വലിയ ക്യാരക്ടർ നൃത്തുകളൊക്കെ വെച്ചിട്ടാണ് എപ്പിസോഡ് തുടങ്ങിയതെങ്കിലും ഈ നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ കണ്ടിട്ടുള്ള ആ ഒരു 3 സീസണിലെ ആ ഒരു ആക്ഷൻ സീക്വൻസുകളുടെ ആ ഒരു ഇംപ്രഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റി. ഇപ്പോൾ നമ്മൾ പല പ്രമുഖ ആക്ഷൻ സിനിമകളുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട് സീരീസുകൾ വളരെ ചുരുക്കമുള്ളൂ. അതിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ഷൻ സീരീസ് എന്ന് പറയാൻ പറ്റുന്നത് ഡെയർഡെവിളാണ്. അതിൻ്റെ ആ ഒരു കോമിക് അപ്പായിട്ടെല്ലാം ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചത് ഒരു സൂപ്പർ ഹീറോ സീരീസ് എന്നതൊക്കെ മാറ്റി നിർത്തി ഈ ക്യാരക്ടറിന് അങ്ങനത്തെ എബിലിറ്റി ഒന്നുമില്ല. ജസ്റ്റ് ആ ഒരു ഐസൈറ്റിൻ്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ. ഒരു ഡിസബിലിറ്റി ഉള്ളൊരു ക്യാരക്ടറാണ്, എബിലിറ്റി കൂടിയതല്ല. സോ അങ്ങനെയുള്ളൊരു ക്യാരക്ടറിൻ്റെ അത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസുകളൊക്കെ നമ്മൾ അതിൽ കണ്ടിട്ട് ഇതിലേക്ക് വരുമ്പോൾ അത് കുറച്ച് ഓവർ ദി ടോപ്പായിട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് പലരും പറയുന്നത് കേട്ടു ചിലപ്പോൾ കോമിക് അക്യുറേറ്റ് ആയിട്ട് അങ്ങനെയാണ്, കോമിക്സിലൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ നമ്മൾ കണ്ട് ശീലിച്ചത് അതാണ്. സോ അതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അതിൽ നിന്ന് കുറച്ച് മാറ്റം വന്നപ്പോൾ ഒരു ചെറിയ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു മാത്രമല്ല. പക്ഷേ അതിൻ്റെ സ്റ്റോറി ലൈൻ അതിൻ്റെ കൂടെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മെയിനായിട്ട് കിങ് പിൻ ദെൻ മാറ്റ് മൊർഡോക്ക് എന്ന ഈ ക്യാരക്ടർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ അതങ്ങോട്ട് പിന്നീട് ഡെവലപ്പ് ചെയ്തു. ഈവൺ ആ ഒരു ഇപ്പോൾ അവസാനത്തെ ഫിനാലെ എപ്പിസോഡൊക്കെ എത്തി നിൽക്കും അതിലേക്കുള്ള ഒരു പോക്ക് അവരുടെ ആ ഒരു കഥയുടെ ജോലി അടിപൊളിയാണ്. സ്റ്റിൽ ഇതിലെ ആക്ഷൻ സീക്വൻസുകൾ കുറച്ച് ലാഗാണ്, അല്ലെങ്കിൽ കുറച്ച് ലാക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയാം. കഴിഞ്ഞ മറ്റ് നെറ്റ്ഫ്ലിക്സിൻ്റെ ഇറങ്ങിയ മറ്റ് 3 സീസണുകളിൽ കണ്ടതിൻ്റെ ഒരു തരിവുകൾ നമുക്കിതിൽ കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് പ്രോമിസ് ചെയ്യുന്നത് അടുത്ത സീസണിലേക്ക് ഈ സാധനം വരാനുണ്ട്. അതിൻ്റെ ആ ഒരു എൻഡ് നോട്ട് തന്നെ അങ്ങനെയാണ്. ഈ അവസാനത്തെ എപ്പിസോഡിലടക്കം ഒരു എൻഡ് ക്രെഡിറ്റ് അടക്കമുണ്ട്. സോ ഇതാണ് സെറ്റപ്പ്. നമ്മളിപ്പോൾ ഈ ചില സീരീസുകളും ചില സിനിമകൾ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള മാർവലിൽ തന്നെ പല സാധനങ്ങൾ കാണുമ്പോൾ ഓക്കെ ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഗെയിമൊക്കെ കളിക്കില്ല. അപ്പോൾ ഓക്കെ ഈ ഒരു സിറ്റി ഇൻഫെക്റ്റഡ് ആണ്. പ്രത്യേകിച്ച് സ്പൈഡർമാൻ പോലുള്ള ഗെയിമുകളൊക്കെ കളിക്കുമ്പോൾ അല്ലെങ്കിൽ മൈൽസ് മൊറാൽസോ സ്പൈഡർമാൻ 2 കളിക്കുമ്പോൾ ഇതിൽ കുറേ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഓൾറെഡി ഉണ്ട്. അവർ ആ സിറ്റി മുഴുവൻ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടേക്കാണ് ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പോകുന്നതെന്നുള്ള ആ ഒരു സെറ്റപ്പിലേക്ക് ഫസ്റ്റ് സീസൺ കഴിയുമ്പോൾ കൊണ്ട് നിർത്താൻ പറ്റിയിട്ടുണ്ട് അവർക്ക്. സോ ഐ തിങ്ക് ഇതിലില്ലാത്ത ആക്ഷൻ സീക്വൻസുകൾ ഒരു പക്ഷേ അടുത്ത സീസണിൽ ഇവർ കൊണ്ടുവരണം എന്നാൽ മാത്രമാണ് ഇതിന് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറുള്ളൂ. അല്ലെങ്കിൽ ഇതിപ്പോൾ ആക്ച്വലി മൊത്തം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മൾ ഓൾറെഡി DC-യുടെ പെൻഗ്വിൻ കണ്ടില്ലേ, അങ്ങനത്തെ ഒരു വൈബാണ് കിട്ടിയത്. അപ്പോൾ ആ രീതിക്ക് ആ ക്യാരക്ടേഴ്സിൻ്റെ കെമിസ്ട്രിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്സൊക്കെ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്ത് കാണിക്കുന്നതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് ആക്ഷൻ സീക്വൻസുകളും കുറച്ചും കൂടി സ്പേസ് കൊടുക്കണമായിരുന്നു. ഉള്ള സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ കുറച്ചേ ഉള്ളൂ. ഈ പ്രത്യേകിച്ച് 9ാമത്തെ എപ്പിസോഡിലൊക്കെ ബ്ലഡ് ഷെഡ് നടക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സോ വയലൻസ് എന്ന് പറഞ്ഞാൽ R-rated സാധനമൊക്കെ അവനൊരു മെയിൻലി നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് വലിയ ഇമ്പാക്റ്റ് ഒന്നുമില്ല. മറ്റേതിൽ കണ്ടപ്പോൾ നമ്മളൊരു ഹൈ ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഹൈ മൊമെൻറ്റ് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ആക്ഷൻ സീക്വൻസുകളൊക്കെ വളരെ കുറവാണ് ഇതിൽ കണ്ടത്, തീരെ ഇല്ല എന്ന് തന്നെ പറയാം. സോ അങ്ങനത്തെ സാധനങ്ങൾ അടുത്ത സീസണിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. അതിനുള്ളൊരു നല്ല ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നല്ല സ്പേസ് കൊടുത്തിട്ട് നിർത്തിയിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ മതി. അല്ലാണ്ട് ഇതേപോലെ തന്നെ ഇങ്ങനെ കഥ പറഞ്ഞ് മാത്രം പോകാനാണെങ്കിൽ ഡെയർഡെവിൾ എന്ന ഒരു ക്യാരക്ടറിന് നമ്മൾ ആ ഒരു ക്യാരക്ടറിൻ്റെ അടികൂടി ആ ഒരു അഡ്രിനാലിൻ റഷുള്ളൊരു സാധനങ്ങൾ കുറേ കണ്ടിട്ടുണ്ട്. സോ അതുകൂടി തിരിച്ചു കിട്ടണം എന്നുള്ളതുണ്ട് സെക്കൻഡ് സീസണിൽ. സോ ഓവറോൾ ഫസ്റ്റ് സീസൺ ഒരു സാറ്റിസ്ഫൈങ് വാച്ച് തന്നെയാണ്. കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ 2 എപ്പിസോഡുകൾ മാത്രം കണ്ട് നിർത്തരുത്, ബാക്കി കൂടി കണ്ടുവെക്കുക. സ്റ്റോറി ലൈൻ അടിപൊളിയാണ്, പക്ഷേ ആക്ഷൻ അധികം പ്രതീക്ഷിക്കരുതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം മറ്റ് സീസണിൽ അത് 1, 2, 3 ഡെയർഡെവിൾ നെറ്റ്ഫ്ലിക്സിൻ്റെ അതുപോലെയുള്ള ആക്ഷൻ സീക്വൻസുകൾ പ്രതീക്ഷിച്ച് കാണരുത്. അല്ലാതെ കണ്ടാൽ ഒരു സാറ്റിസ്ഫൈങ് വാച്ച് തന്നെയായിരിക്കും. സ്റ്റിൽ നമുക്ക് വരാനുണ്ട്, നമുക്ക് അടുത്തതിൽ എന്താണെന്ന് നോക്കാം. അതിൻ്റെ റിലീസ് ഡേറ്റ് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. മേ ബി നെക്സ്റ്റ് ഇയർ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. സോ ഓൾറെഡി ഡെയർഡെവിൾ ബോൺ അഗെയിൻ സീസൺ 1 നിങ്ങൾ കണ്ടവരാണെങ്കിൽ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി.